നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണത്തിന് ഇനി ആകെയുള്ളത് നാളെ ഒരൊറ്റ ദിവസം മാത്രമാണ്. നാളെ 11 മുതൽ 3 വരെയാണ് പത്രികാ സമർപ്പണത്തിന് സമയമുള്ളത്. 15 മിനിറ്റാണ് ഒരു പത്രിക സ്വീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടത്. സമയമില്ലാത്തതിനാൽ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് നിർദ്ദേശം. സ്ഥാനാർത്ഥി നിർണയം വൈകിയതിൽ പ്രതിസന്ധി നേരിടുന്ന പാർട്ടികൾ ഈ വേഗത്തിനൊപ്പം ഓടിയെത്തുമോ എന്നതാണ് കൗതുകം. പ്രചാരണം ഊർജിതമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. ഞായറാഴ്ചയായതിനാൽ ഇന്ന് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാകും പ്രചാരണം. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്നും, ദിലീഷ തിലകൻ കോഴിക്കോട് നിന്നും, സജു ചാമക്കാലയിൽ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം അജ്മൽ ദിറാറിലേക്കാണ്. അജ്മൽ, നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് പത്രികാ സമർപ്പണം അവസാനിക്കുകയാണ്. പലയിടങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്നിരുന്നു, വേണ്ടത്ര സമയം കിട്ടിയില്ല എന്നുള്ള തരത്തിലൊക്കെ. എന്തൊക്കെയാണ് വിവരങ്ങൾ അജ്മൽ? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർട്ടികളും മുന്നണികളും ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് പത്രികാ സമർപ്പണത്തിന് ആവശ്യമായ സമയം ലഭ്യമല്ല എന്നുള്ളതാണ്. സാധാരണ ഈ പറഞ്ഞതുപോലെ പത്രികാ സമർപ്പണത്തിനുള്ളത് ഈ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം. ഇതിനിടയിൽ സ്ഥാനാർത്ഥികൾക്ക് 15 മിനിറ്റ് ലഭിക്കുന്നു. ഇതിനുള്ളിൽ അവരുടെ രേഖകളൊക്കെ ക്രമീകരിച്ച് എത്രയും പെട്ടെന്ന് പാർട്ടിയിലെ നേതാക്കളും അണികളുമൊക്കെയായി ശക്തി പ്രകടനമായി വന്ന് പത്രിക സമർപ്പിക്കുന്ന രീതികളാണ് സാധാരണ ഉള്ളത്. പക്ഷേ ഈ നടപടികളെല്ലാം കൃത്യം വളരെ ചുരുക്കം പരിമിതമായ ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കുക എന്നതാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പരീക്ഷണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ച് ആദ്യഘട്ട പ്രചാരണം നടത്തുന്നതിനൊപ്പം തന്നെ അവർക്ക് ഈ പത്രികാ സമർപ്പണത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ഏതായാലും ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് ഇന്നലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന ഈദുൽ ഫിത്തറിന്റെ പൊതു അവധിക്ക് ശേഷം ഇന്നലെ തലസ്ഥാന ജില്ലയിൽ മാത്രം 25 പേരാണ് പത്രികാ സമർപ്പണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം പോലെയുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, എ ക്ലാസ് മണ്ഡലങ്ങളായി കരുതുന്ന ത്രികോണ മത്സരങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് കരുതുന്ന മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇനി 17 ദിവസം മാത്രമാണ് സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ പ്രചാരണത്തിനായുള്ളത്. ഏതായാലും പത്രികാ സമർപ്പണത്തിന് ഇന്ന് ഞായറാഴ്ച പൊതു അവധിയായതിനാൽ സാധിക്കുകയില്ല. പകരം നാളെ തിങ്കളാഴ്ചയിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള ആകെ 4 മണിക്കൂർ സമയം മാത്രമാണ് ഇനി സ്ഥാനാർത്ഥികളുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ പത്രികാ സമർപ്പണത്തിലുള്ള നടപടികൾ ത്വരിതഗതിയിലാക്കാൻ സ്ഥാനാർത്ഥികളോട് പാർട്ടികളും മുന്നണികളും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം വരെ പാർട്ടികൾ പൂർത്തിയാക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടാതെ വർക്കല നിയോജക മണ്ഡലത്തിനുള്ളിൽ BJPക്കുള്ളിൽ അവരുടെ സ്ഥാനാർത്ഥികൾക്കിടയിൽ BDJS-ഉം NDAക്കുള്ളിൽ മുന്നണിക്കുള്ളിൽ BDJS-ഉം BJP തമ്മിലുള്ള തർക്കം തുടരുന്നു. അതോടൊപ്പം തന്നെ നെടുമങ്ങാട് മീനാങ്കൽ കുമാറിനെ നിർത്തിയതിൽ കോൺഗ്രസിനുള്ള തർക്കങ്ങൾ തുടരുന്നു. അപ്പോൾ ഈ തർക്കങ്ങളും വിമതശല്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നതിനിടയിൽ പ്രചാരണത്തിന് വളരെ ചുരുക്കം ദിവസമേ ഉള്ളൂ. സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് പിന്നാലെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന റോഡ് ഷോ അടക്കമുള്ള പ്രചാരണ പരിപാടികൾ, പ്രാഥമികഘട്ട പ്രചാരണ പരിപാടികൾക്ക് വളരെ ചുരുക്കം ദിവസമേ ഉള്ളൂ. അതിനൊപ്പം ഈ പത്രികാ സമർപ്പണം എന്ന് പറയുന്ന ഒരു വലിയ ഭഗീരഥ പ്രയത്നത്തിന് കൂടി ഈ പറയുന്ന സ്ഥാനാർത്ഥികളും മുന്നണികളും വരിക എന്ന് പറയുന്നത് വളരെ പരീക്ഷണമാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാം. അതുകൂടാതെ ഇന്ന് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ഈ വിശ്വാസികൾ ഒത്തുകൂടുന്ന ക്രൈസ്തവ പള്ളികൾക്കും ആരാധനാലയങ്ങൾക്കും മുന്നിൽ കൂടി സജീവമാക്കാൻ സ്ഥാനാർത്ഥികൾ ഒരുങ്ങുകയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ഇന്ന് CSI സഭയുടെ ഈ ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പായി ഈ പ്രിൻസ്റ്റൺ ബെന്നിനെ തിരഞ്ഞെടുക്കപ്പെടുകയും ഫാദർ പ്രിൻസ്റ്റൺ ബെന്നിൻ്റെ ശുശ്രൂഷ ചടങ്ങുകളൊക്കെ ഇന്ന് CSI ചർച്ചിലൊക്കെ നടക്കുമ്പോൾ ധാരാളം വിശ്വാസികൾ അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ അവിടെയും സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കും. അത്തരം പ്രചാരണങ്ങൾ, അതോടൊപ്പം തന്നെ തിരക്കുപിടിച്ച ഈ റോഡ് ഷോകൾ, പര്യടനങ്ങൾ, കൺവെൻഷനുകളൊക്കെയായി സ്ഥാനാർത്ഥികൾ സജീവമാകുന്നതിനിടയിലാണ് ഈ പത്രികാ സമർപ്പണത്തിന്റെ തിരക്ക് കൂടി വന്നു ചേർന്നിരിക്കുന്നത്. ഉമേഷ്, ശരി, ഇനി കോഴിക്കോട് നിന്ന് ദിലിഷ തിലകൻ കൂടി ചേരുകയാണ്. ദിലിഷ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ മണ്ഡലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ ഓട്ടപ്പാച്ചിലാണ്. പ്രത്യേകിച്ച് അവസാന ഘട്ടം പട്ടികയിൽ പേരിൽ ഇടം പിടിച്ചവർ, അവർക്ക് പ്രചാരണങ്ങൾ സജ്ജീകരിക്കണം, ഒപ്പം തന്നെ ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള കാര്യങ്ങൾ സജ്ജമാക്കണം. അങ്ങനെ എല്ലാവരും തിരക്കിലാണ്. സമയം മതിയാകുന്നില്ലെന്ന പരാതിയിലാണ് മിക്ക ആൾക്കാരും. മലബാറിൽ നിന്നുള്ള വിശേഷങ്ങൾ. ക്രിസ്റ്റീന, ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഓടിയെത്താൻ സാധിക്കുന്നില്ല പല സ്ഥാനാർത്ഥികൾക്കും എന്നുള്ളതാണ് ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയം വൈകിയതിൽ പ്രതിസന്ധി നേരിടുന്ന മുന്നണികളിലെ സ്ഥാനാർത്ഥികളാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ പോലും ഏകദേശം 13ഓളം സ്ഥാനാർത്ഥികളാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം പത്രികാ സമർപ്പണം നടത്തിയത്. 15 മിനിറ്റ് മാത്രം, ഇനി മുന്നിലുള്ളത് ഒരൊറ്റ ദിവസം മാത്രമാണ്. അതിൽ 15 മിനിറ്റ് മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന
ഒരു സ്ഥാനാർത്ഥിക്ക് നിർദ്ദേശിച്ചിട്ടുള്ള സമയം. എന്നാൽ ഇന്നലത്തെ ഒക്കെ ഒരു സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ 20-45 മിനിറ്റ് വരെ ഈ പത്രികാ സമർപ്പണത്തിനായിട്ട് എടുത്ത സ്ഥാനാർത്ഥികളുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ഒരുപാട് പേർ ഇനിയും പത്രിക സമർപ്പിക്കാനുണ്ട് എന്നുള്ളത് ഈ മുന്നണികളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. നമുക്ക് ഇനി പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിൽ മാത്രം പ്രധാനപ്പെട്ട AK ശശീന്ദ്രൻ, അതുപോലെ തന്നെ PV അൻവർ, ഫാത്തിമ തഹലിയ, പ്രകാശ് ബാബു, ഫൈസൽ ബാബു, അതുപോലെ T റനീഷ് തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇനിയും പത്രിക സമർപ്പിക്കാൻ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് വീടുകൾ കയറിയുള്ള പ്രചരണത്തിനും റോഡ് ഷോയ്ക്കൊക്കെ ഇനി വളരെ ചുരുക്കം സമയം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ആരാധനാലയങ്ങളിലൊക്കെ വലിയ തിരക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് രാവിലെ തന്നെ പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട് സ്ഥാനാർത്ഥികൾ. എന്തായാലും ഈ പത്രികാ സമർപ്പണത്തിനധികം സമയമില്ല എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഞായറാഴ്ചയിലെ ഈ ഒരു അവധി ദിനം റദ്ദാക്കി തരുമോ എന്നതടക്കമുള്ള ആവശ്യങ്ങൾ വരെ ഉന്നയിച്ച് സ്ഥാനാർത്ഥികൾ രംഗത്ത് വരികയുണ്ട്. എന്നാൽ അത് പ്രായോഗികമല്ല എന്നുള്ളതാണ് വാസ്തവം. ക്രിസ്റ്റീന, സജു ചാമക്കാലയിൽ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. സജു, ഗുഡ് മോർണിംഗ്. ഈ മധ്യ കേരളത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പ്രചാരണങ്ങളൊക്കെ ഏത് മേഖലകൾ കേന്ദ്രീകരിച്ചാണ്? നാളെ പത്രികാ സമർപ്പണം അവസാനിക്കുകയാണ്. ഈ സമയം കിട്ടിയില്ല എന്നുള്ള പരാതി ഇവിടെയും ഉയരുന്നുണ്ടോ? എന്തൊക്കെയാണ് സജു വിവരങ്ങൾ? ഉന്മേഷ്, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യ കേരളം സംബന്ധിച്ച് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് BD സതീശൻ അടക്കമുള്ളവർ ഇന്നലെ മുതലാണ് പ്രചാരണ രംഗത്ത് സജീവമായി തുടങ്ങിയത്. അദ്ദേഹം ഇന്നലെയാണ് കൂനമ്പാവ് പള്ളിയിൽ നിന്നും പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ആദ്യ ഞായറാഴ്ചയാണ്. അതായത് സ്ഥാനാർത്ഥികളൊക്കെയും എല്ലാവരും തന്നെ ഓരോ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് 3 മുന്നണികളിലും കൃത്യമായിട്ടുള്ള ലിസ്റ്റ് വന്നതിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആ ഒരു പ്രചാരണ രീതിയിലേക്കാണ് ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളും മുൻപോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, അതോടൊപ്പം തന്നെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ രംഗത്തേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം എറണാകുളം ജില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന് വളരെ വേരോട്ടമുള്ള ഒരു ജില്ല തന്നെയാണ്. അതുകൊണ്ട് തന്നെ 14 മണ്ഡലങ്ങളിലും കൃത്യമായിട്ട് പാർട്ടിക്ക് വേരോട്ടമുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥികളൊക്കെയും അവസാന ഘട്ടത്തിൽ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടി വന്നെങ്കിൽ പോലും അതൊക്കെയും വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി പട്ടികയൊക്കെയും അതിനുശേഷം വളരെ വേഗത്തിൽ പ്രചാരണ രംഗത്ത് മുന്നേറാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ. എന്തായാലും ഇന്നലെ വരെ ഏകദേശം 10-ലധികം പേരാണ് ഇന്നലെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് BD സതീശൻ അടക്കമുള്ളവർ, അതായത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും ഇനിയും പത്രിക സമർപ്പിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് മുൻപ് സൂചിപ്പിച്ച രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ ആകെ 15 മിനിറ്റ് മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ആദ്യം എത്തുന്ന സ്ഥാനാർത്ഥിക്ക് ടോക്കൺ നൽകി, അതായത് 3 മണി സമയം കഴിഞ്ഞാൽ വീണ്ടും പത്രിക സമയം നീട്ടിക്കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ആലോചനകൾ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുകൾ അനുഭവപ്പെടാനുള്ള ഒരു ശ്രമവും എന്തായാലും ആ ദിവസം തന്നെ കാണാം. എന്തായാലും ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പത്രികാ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞാൽ പൂർണ്ണ തോതിൽ എല്ലാ പാർട്ടികളും മുന്നണികളും ഈ ഒരു പ്രചാരണ മുഖത്തേക്ക് ഇറങ്ങുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ പ്രചരണത്തിന്. പ്രത്യേകിച്ച് 2 ആഴ്ച, അതായത് 3 ആഴ്ച തികച്ചില്ല, 2 ആഴ്ചയും 5 ദിവസങ്ങൾ മാത്രമാണ് ഇനിയിപ്പോൾ ഉള്ളത്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ വോട്ടർമാരെയും കണ്ട് എല്ലാ വീടുകളിലേക്കും ഓടിയെത്തുക, പ്രത്യേകിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക്, ആരാധനാലയങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഓടിയെത്തി അവരുടെ വോട്ടുറപ്പിക്കുക എന്നുള്ള ഒരു അശീർണ പ്രയത്നത്തിലേക്കാണ് എല്ലാവരും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് 2020 അടക്കമുള്ള പാർട്ടികൾ വളരെ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്ന ചില മേഖലകളടക്കം ഇത്തവണ മാറ്റമുണ്ടാകുന്നതാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് നമ്മോട് വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ വലിയ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള ഒരു ആവേശത്തിലാണ് 3 മുന്നണികളും മുൻപോട്ട് പോകുന്നതെങ്കിൽ തന്നെയും അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ, അതായത് ഏറ്റവും കുറച്ച് സമയങ്ങൾ മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വളരെ ചുരുങ്ങിയ സമയത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അശീർണ പ്രയത്നത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കടന്നിരിക്കുകയാണ്. നാളെ മാത്രമാണ് ഇനിയിപ്പോൾ ഈ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വേഗത്തിൽ പത്രികാ സമർപ്പണമൊക്കെയും പൂർത്തിയാക്കി എല്ലാവരിലേക്കും ഓടിയെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. സജു ചാമക്കാലയിലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.